നമസ്കാരം. കേരള PSCയുടെ വിവിധ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും അൺഅക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസിലേക്ക് സ്വാഗതം. ഞാൻ ലിൻഡു അൽഫോൻസ് ജോയ്. കഴിഞ്ഞ 4 വർഷക്കാലമായി മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇംഗ്ലീഷ് ഗ്രാമർ അധ്യാപികയും ഇന്റർപേഴ്സണൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ട്രെയിനറുമാണ്. ഈ യാത്രയിൽ ഞാനും നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗെദർ. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ മേന്മകൾ ലഭിക്കും എന്ന് നമ്മുടെ ക്ലാസ്സിന് മുൻപ് ഒന്ന് നോക്കാം. ഫിസിക്കൽ ക്ലാസ് റൂമിൽ തന്റെ അധ്യാപകനോട് സംസാരിക്കുന്നതിനും ആശയവിനിമയത്തിനും ഒപ്പം സംശയ നിവാരണത്തിനും ഒരു വിദ്യാർത്ഥിക്ക് അവസരമുണ്ട് എങ്കിൽ അതേ അവസരം തന്നെയാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമി ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തന്റെ എഡ്യൂക്കേറ്ററുമായി സംസാരിക്കുവാനും ഒപ്പം ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് മുൻപോട്ട് പഠനം പൂർണ്ണമായിട്ടും പ്രിപ്പറേഷനിലൂടെ മികവുറ്റതാക്കുവാനും ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ലൈവ് ക്വിസുകളിലൂടെയും ആൻസർ പോളുകളിലൂടെയും തന്റെ പ്രിപ്പറേഷൻ എവിടെയൊക്കെ വീക്കാണ്, എവിടെയൊക്കെ കൂടുതൽ സ്ട്രെസ് കൊടുക്കണം, എത്രത്തോളം പ്രാധാന്യം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്റെ ആൻസറുകളിലൂടെ നിലവാരം എത്രത്തോളം മെച്ചപ്പെടുത്തണം എന്ന് ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ കേരള PSCയുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചേർഡ് കോഴ്സുകളാണ് അൺഅക്കാഡമി വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പോർഷൻസും കവർ ചെയ്ത് എഡ്യൂക്കേറ്റേഴ്സ് ഒരു പരീക്ഷയ്ക്ക് വിദ്യാർത്ഥിയെ റെഡിയാക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അൺഅക്കാഡമിയുടെ മറ്റൊരു പ്രത്യേകത. അതോടൊപ്പം അൺലിമിറ്റഡ് ആക്സസ് ആണ്. ഒരിക്കൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ ഒരു ഉദ്യോഗാർത്ഥി സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ക്ലാസ്സുകൾ എപ്പോൾ വേണമെങ്കിലും എത്ര ക്ലാസ്സുകൾ വേണമെങ്കിലും കേൾക്കുവാനും ഡൗൺലോഡ് ചെയ്യുവാനും ആവശ്യാനുസരണം ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് കാണുവാനും പഠിക്കുവാനും പ്രിപ്പറേഷൻ കൂടുതൽ സ്ട്രോങ് ആക്കുവാനും സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ഓർക്കുക, അൺഅക്കാഡമി പ്ലാറ്റ്ഫോം വിശാലമായിട്ടുള്ള ഒരു വാതിലാണ് ഓരോ വിദ്യാർത്ഥിക്കും തുറക്കുന്നത്. കാരണം നിങ്ങൾക്ക് ആ വാതിലിനുള്ളിൽ കയറി കാണാൻ സാധിക്കുന്നത് നിരവധി എഡ്യൂക്കേറ്റേഴ്സിനെയാണ്. ഈ എഡ്യൂക്കേറ്റേഴ്സിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേറ്ററെ തെരഞ്ഞെടുത്ത് ആ വ്യക്തിയിൽ നിന്നും അറിവ് സമ്പാദിക്കുവാനും അത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനായി ഉപയുക്തമാക്കുവാനും ഓരോ വിദ്യാർത്ഥിക്കും സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രത്യേക പരീക്ഷയ്ക്കാണ് നാം തയ്യാറെടുക്കുന്നതെങ്കിൽ ഒരു ടീം ഓഫ് ടീച്ചേഴ്സിനെ നമുക്ക് ലഭിക്കും, ഒരു ബാച്ച് ഓഫ് എഡ്യൂക്കേറ്റേഴ്സിനെ അവിടെ ലഭിക്കുകയാണ് ഉദ്യോഗാർത്ഥിക്ക്. ആ ബാച്ചിന്റെ ഏറ്റവും നല്ല സർവീസ് അവിടെ ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരുടെ മികവുറ്റ സേവനം ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ അറിവ് വിദ്യാർത്ഥിക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സിലബസ് ബേസ് ചെയ്തിട്ടുള്ള നോട്ടുകൾ PDF ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ഒപ്പം പഠിച്ചെടുത്ത കാര്യങ്ങൾ പ്രിപ്പറേഷന് ശേഷം ഓരോ ക്ലാസ്സുകൾക്ക് ശേഷവും ക്വിസുകളിൽ പങ്കെടുത്തുകൊണ്ട് തന്റെ പെർഫോമൻസ് എപ്രകാരമാണെന്ന് വിലയിരുത്തി പ്രിപ്പറേഷനെ കൂടുതൽ മനോഹരമാക്കുവാനും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് പഠിക്കുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും അൺഅക്കാഡമി പ്ലാറ്റ്ഫോം വിദ്യാർത്ഥികളെ സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഓർക്കുക, പല ലാംഗ്വേജുകളിൽ അതായത് 12ൽ അധികം ഭാഷകളിൽ അൺഅക്കാഡമി ക്ലാസ്സുകൾ ഉണ്ട് എന്നത് മറന്നു പോകരുത്. അതുകൂടാതെ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ജോലി ചെയ്തിട്ട് പഠിക്കുന്നവരാണെങ്കിൽ രാവിലെ മുതൽ ഉച്ച വരെയാണ് ജോലിയെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഉള്ള സമയത്ത് തന്റെ ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്ത് പഠിക്കുവാനുള്ള അവസരവും അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഓരോ വിദ്യാർത്ഥിക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒപ്പം ഓർക്കുക, നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യുവാനും ക്ലാസ്സുകൾ ഡൗൺലോഡ് ചെയ്യുവാനും ഇഷ്ടമുള്ള സമയത്ത് അത് പഠിച്ചെടുക്കുവാനും അത് ഉപയുക്തമാക്കുവാനും ഓരോ ഉദ്യോഗാർത്ഥിക്കും വിദ്യാർത്ഥിക്കും സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മറന്നു പോകരുത് ഈ പ്രത്യേകതകളൊന്നും. ഇനി ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നിലവാരം എത്രയാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ പ്രിപ്പറേഷൻ എത്രത്തോളം ശ്രദ്ധ കൊടുക്കണം, എത്രത്തോളം എന്റെ പ്രിപ്പറേഷൻ ഇനിയും കൂടുതൽ മികവുറ്റതാക്കണം, കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്യണോ എന്നൊക്കെ ഒരു ഉദ്യോഗാർത്ഥിക്ക് തന്റെ ആൻസർ പോളുകളിലൂടെ തനിക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി ഓർക്കുക, നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഫീ ആയി ഒരു വർഷത്തേക്കാണ് ഒരു വിദ്യാർത്ഥി പ്ലാൻ ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഫീ ആയി വരിക 9350 രൂപയായിരിക്കും. ഒരു വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 12 മാസവും ഈ ഒരു ഫീസിൽ വിദ്യാർത്ഥിക്ക് ക്ലാസ്സുകൾ അവൈൽ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഓർക്കുക, ലിങ്ക് ടു YT എന്ന
ഈ റെഫറൽ കോഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ ക്ലാസ് ആക്സസ് ചെയ്യുന്നത് എങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10% ഡിസ്കൗണ്ട് ആണ്. ഈ 10% ഡിസ്കൗണ്ടിന് ശേഷം എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാമോ? 8415 രൂപയാണ് കൊടുക്കേണ്ടി വരിക. പക്ഷേ 24 മാസം കൊണ്ട്, അതായത് 2 വർഷം കൊണ്ട് ഞാൻ പഠിച്ചെടുക്കും, എന്നെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും, പ്രിപ്പറേഷൻ ഞാൻ പൂർത്തിയാക്കും എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ്, കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണെങ്കിൽ 2 വർഷത്തേക്ക് നമുക്ക് ചിലവാകുന്നത് 13,600 രൂപയാണ് കോഴ്സിന് ചിലവാകുന്നത്. പക്ഷേ ലിൻഡു YT എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ചിലവാകുന്നത് 10% ഡിസ്കൗണ്ടിന് ശേഷം 12,240 രൂപയാണ്. അതുകൊണ്ട് ഓർക്കുക, സബ്സ്ക്രിപ്ഷൻ എടുത്ത് നല്ല രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷൻ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സുവർണാവസരമാണിത്. അൺഅക്കാഡമി പ്ലാറ്റ്ഫോം എപ്പോഴും വിദ്യാർത്ഥികൾക്കായി, ഉദ്യോഗാർത്ഥികൾക്കായി ഒരു സഹായ ഹസ്തവുമായി നിൽപ്പുണ്ട് എന്ന് മറക്കരുത്. ഓക്കെ, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗെദർ. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് പാർട്സ് ഓഫ് സ്പീച്ച് ആയിരുന്നു അല്ലെ? പാർട്സ് ഓഫ് സ്പീച്ചിൽ പ്രധാനിയായ നൗണിനെയാണ് നമ്മൾ ഇത്രയും ദിവസവും പഠിച്ചു വന്നത്. നൗൺ അല്ലെ, നാമങ്ങൾ. നാമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ പേര്, നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്തിന്റെ പേര്, നമ്മുടെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, നമ്മുടെ കയ്യിലുള്ള വസ്തു എന്താണോ അതിന്റെ പേര്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രത്യേക സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ, ചില നല്ല സ്വഭാവങ്ങളും ചില മോശം സ്വഭാവങ്ങളും ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ യുവാക്കളാവാം, ചിലപ്പോൾ വൃദ്ധരാവാം, ചിലപ്പോൾ കുട്ടികളാവാം. അപ്പൊ ആ ഒരു അവസ്ഥ, ഇവയെല്ലാം ഏതു പട്ടികയിൽ വരും? നൗൺ എന്ന നാമത്തിന്റെ പട്ടികയിൽ വരും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെ? അതുപോലെ എത്ര തരം നൗണുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? പലതരത്തിലുള്ള നൗണുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ, then മെറ്റീരിയൽ നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, കോൺക്രീറ്റ് നൗൺ. അതിൽ ചിലത് കൂടി ഇന്ന് ഡിസ്കസ് ചെയ്ത്, നൗൺ എന്ന ഭാഗത്ത് നിന്നും സാധാരണഗതിയിൽ ഏതാണ്ട് 2015 വർഷം മുതൽ ചോദിച്ചു വന്ന ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ വിലയിരുത്തിയതിനു ശേഷം, അതിലൂടെ ഒന്ന് അതൊന്ന് അനലൈസ് ചെയ്തതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2015 മുതൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ, ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചില ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ആ ഭാഗങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെന്റൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സെന്റൻസ് കാണുമ്പോൾ അതിനകത്ത് ഏത് നൗൺ ആണ് എന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കണം. അതായത് എന്റെ പ്രിയ വിദ്യാർത്ഥികൾക്ക്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സാധിക്കണം. അതിനാണ് നമ്മൾ ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യം മുതൽ, പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ആദ്യം മുതൽ ഇപ്പോൾ വരെ, ഇനി അങ്ങോട്ടും നമ്മുടെ ഈ ക്ലാസ്സുകൾ കേൾക്കണം. അപ്പൊ മനസ്സിൽ ഒരു കഥ പോലെ ഇത് പതിഞ്ഞു പോകണം. ഓക്കെ, നമ്മൾ ഇന്നലെ കൊക്കോ കോമ എന്നൊക്കെ പഠിച്ചിരുന്നു അല്ലെ? എളുപ്പ വഴിക്ക് വേണ്ടി പഠിപ്പിച്ചാണ് അങ്ങനെയൊക്കെ. മറക്കുകയല്ല, എനിക്ക് ഉറപ്പാണ്. ചിലപ്പോ കേൾക്കുമ്പോ എന്തോ പോലെയൊക്കെ തോന്നുമെങ്കിലും ആ ഒരു വാക്കൊന്നും നിങ്ങൾ മറക്കുകയല്ല, നിങ്ങൾ എഴുതുകയും ചെയ്യും. അപ്പൊ അത് എന്നതാ എന്ന് മനസ്സിലാക്കിയെങ്കിലേ പരീക്ഷയ്ക്ക് കളക്റ്റീവ് നൗൺ ഏതാണ് എന്നൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ, അയ്യോ കളക്റ്റീവ് നൗൺ ഇതിൽ ഏതാണ് എന്ന് നോക്കിയിട്ട് കണ്ടുപിടിച്ച് എഴുതാനുള്ള ഒരു ഓർമ്മ ശക്തി അവിടെ അന്നേരം പ്രവർത്തിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്, പണ്ടൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ COVID-19 സമയത്ത് നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ, അതായത് നമ്മുടെ പ്രിയപ്പെട്ട അൺഅക്കാഡമിയിലൂടെ വിദ്യാർത്ഥികൾക്കായി ഒന്ന് ഓർപ്പിച്ചെടുക്കാൻ അല്ലെ, വിദ്യാർത്ഥികളെ നമ്മളെല്ലാവരെയും ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സഹായിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം ഇനി കൊണ്ടുവരണം. എന്നിട്ട് ഒരു ചോദ്യം കാണുമ്പോൾ എത്രത്തോളം എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും, ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, എന്താണത് എന്നിങ്ങനെ ചെകഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ അങ്ങേ അറ്റത്ത്, ആരും എത്തിപ്പെടാൻ പറ്റാത്ത അങ്ങേ അറ്റത്ത് പോയിട്ട് കണ്ടുപിടിച്ച് നമ്മൾ ആ ഉത്തരം എഴുതിയിരിക്കും. അതിനുള്ള ഒരു കുറച്ച് നിമിഷങ്ങളാണ് നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് എന്ന് ഓർക്കുക. അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് നൗൺ ആണ് അല്ലെ? നൗൺ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു വന്നതും നൗൺ ആണ്.
അപ്പൊ നൗണിന്റെ ബാക്കി നാമങ്ങളെ പറ്റി നമുക്ക് പഠിക്കുവാൻ നമ്മൾ ശേഷിപ്പിച്ചു വെച്ചിട്ടുള്ള ബാക്കി ഭാഗങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അപ്പൊ പോകാം അല്ലെ? ഓക്കെ. നൗ സിംഗുലർ നൗണുമുണ്ട്, പ്ലൂറൽ നൗണുമുണ്ട്. ഓക്കെ, സിംഗുലർ നമുക്കറിയാം സിംഗിൾ ആണ്. പ്ലൂറൽ എന്ന് പറയുമ്പോൾ രണ്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വരുന്നവരെല്ലാം പ്ലൂറൽ ആയിരിക്കും. 11 ഒന്നാണേ, ഒന്ന്. ഒന്നിൽ കൂടുതൽ ഉള്ളവരെല്ലാം പ്ലൂറൽ ആണ്. ഒന്നായിട്ടുള്ളതൊക്കെ നൗൺ ആണ്. ഒറ്റയ്ക്ക് നിൽക്കുന്നവരെല്ലാം നൗണും സിംഗുലറും, ഒന്നിൽ കൂടുതലുള്ളതെല്ലാം പ്ലൂറലുമാണെന്ന് ഓർക്കുക. അപ്പൊ നമ്മുടെ നൗൺ, നമ്മുടെ നാമങ്ങൾ ഒരാളെ ഉള്ളൂ എങ്കിൽ ശ്രദ്ധിക്കുക, നൗണിൽ ഒരാളെ ഉള്ളൂ എങ്കിൽ, ആ ഒരു വ്യക്തിയെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഒരു സാധനത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഒരാളെ പറ്റിയാണ്, ഒരു സ്ഥലത്തെ പറ്റിയാണ്, ഒരു ബുക്കിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആനിമലിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് പറയാം അത് സിംഗുലർ നൗൺ ആണെന്ന് പറയാം. എന്നാ കാര്യം? ഡോഗ്. ഒരാളെ ഉള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരാളെ ഉള്ളൂ എന്ന് കാണിക്കാനായിട്ട് ഇവിടെ എന്താ കൂടി ചേർക്കണം? എ എന്നുകൂടി ചേർക്കണം അല്ലെ? എ ഡോഗ്, എ ടീം, എ ബാൻഡ്. ഈ ബാൻഡ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2015 ചോദിച്ചതാണ്. ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലേക്ക് പോകും. അപ്പം ബാൻഡ്. പൊട്ടറ്റോ. ബാൻഡ് സിംഗുലറും പ്ലൂറലും ഒക്കെ ആയിട്ട്, സിംഗുലർ ആയിട്ട് വരുമ്പോ ബാൻഡ്, പ്ലൂറൽ ആയിട്ട് വരുമ്പോ ബാൻഡ്സ്. ഓക്കെ. പൊട്ടറ്റോ, ടോയ്, വുമൺ, മാൻ. ഓക്കെ, അപ്പൊ ഇവരെല്ലാം ഉണ്ടല്ലോ ഒറ്റയ്ക്ക് നിൽക്കുന്ന കക്ഷികളാണ്. ഇനി ഇപ്പുറത്തെ സെറ്റിൽ നോക്കിയേ, എന്നാ കാണാൻ പറ്റുന്നേ? ഡോഗ്. കുറെ ഡോഗ്സ് ഉണ്ട് അല്ലെ? നല്ല പൂച്ചപ്പട്ടി അങ്ങനെ പറയത്തില്ലേ നമ്മള്, നല്ല പൂടിയൊക്കെയുള്ള വെള്ള കളറിലെ പട്ടികള്, ബ്ലാക്ക് കളറില് നല്ല കണ്ണുകളുള്ള പട്ടികള്, അങ്ങനെ കുറെ പട്ടികളുണ്ടെന്ന് വിചാരിക്കുക. നായ്ക്കുട്ടികൾ അല്ലെ, പട്ടിക്കുട്ടികൾ. അപ്പൊ നല്ല കളറുള്ള, കറുത്ത കളറ്, വെള്ള കളറ്, ഒരു ബ്രൗൺ പോലത്തെ കളർ, അങ്ങനെ കുറെ കളറുകളിലുള്ള പട്ടിക്കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ബ്ലാക്ക് കളറിലെ പട്ടിക്കുട്ടി, ബ്രൗൺ കളറിലെ പട്ടിക്കുട്ടി, പിന്നെ ഏത് കളറാണ് ഞാൻ പറഞ്ഞേ? വൈറ്റ് കളറിലെ പട്ടിക്കുട്ടി. അപ്പൊ അത്രയും പട്ടിക്കുട്ടികളുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ? ഒരെണ്ണാണോ? ഒത്തിരി ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത എന്നാ നോക്കിയേ, ജി കഴിഞ്ഞപ്പോ നമ്മൾ ഒരു എസിനെ കൂടെ കൊടുത്തു. അന്നേരം അതെന്നതായി? പ്ലൂറലായി മാറി. അടുത്തത് നോക്കിയേ, ടീം. ടീമിന്റെ കൂടെ എന്നാ കൊടുത്തു? ഒരു എസ് കൊടുത്തു. ടീംസ്, പല ടീമുകൾ. ബാൻഡിന്റെ കൂടെ നമ്മൾ എന്താ ചെയ്തേ? ഒരു എസിനെ കൊടുത്തു. അടുത്തത് നോക്കിയേ, പൊട്ടറ്റോ, പൊട്ടറ്റോസ്, ടോയ്, ടോയ്സ്, വുമൺ, വിമിൻ, മാൻ, മെൻ. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ചില സന്ദർഭങ്ങളിൽ എസ് വരുന്നുണ്ട്, ചില സന്ദർഭങ്ങളിൽ ഇഎസ് വരുന്നുണ്ട്, ചില സന്ദർഭങ്ങളിൽ ഇവിടെ കാണുന്ന ഈ വൗവലിനെ ഒന്ന് മാറ്റി മറ്റൊരു വൗവലാക്കി. ഇവിടെ എ ആണ്, വുമൺ എന്നുള്ളതിന് എ ആണ് വൗവല് എങ്കിൽ ഇപ്പുറത്ത് നമ്മൾ ഇതിനെ പ്ലൂറൽ ആക്കി മാറ്റിയപ്പോ ഇ എന്ന് പറയുന്ന വൗവലിനൊരു ചേഞ്ച് അല്ലെ? എ എന്ന് പറയുന്ന വൗവൽ, വുമൺ എന്ന വാക്കിലെ എ എന്ന് പറയുന്ന വുമൺ എന്ന വാക്കിലെ എ എന്ന് പറയുന്ന വൗവലിനെ നമ്മള് പ്ലൂറലിലേക്ക് മാറ്റിയപ്പോ ഇ എന്ന് പറയുന്ന വൗവലാക്കി മാറ്റി, വിമിൻ എന്നാക്കി. അന്നേരം നോക്കിയേ, പ്ലൂറൽ ആയി. അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? നോക്കിയേ, മാൻ, എ എന്ന വൗവലായിരുന്നു ഉള്ളത്, അതിനെ നമ്മൾ എന്നാ ആക്കി? ഇ എന്ന് പറയുന്ന വൗവലാക്കി ഈ നടുക്ക് കൊണ്ടുവച്ചു. അന്നേരം അത് പ്ലൂറൽ ആയി അല്ലെ? അങ്ങനെയല്ലേ കിടക്കുന്നത്. ഇനി ചില റൂൾസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതായത് ചില വൗവൽ സൗണ്ടുകൾ
അവയെ നമ്മൾ വവൽ സൗണ്ടുകൾ പ്ലസ് വൈ. ഓക്കെ, ഓ എന്താ ഒരു വവൽ അല്ലേ? നമ്മുടെ എ ഇ ഐ ഒ യു, അതാണ് നമ്മുടെ വവൽസ്. വവൽസില് ഓ എവിടെയുണ്ട്? അപ്പൊ വൽ പ്ലസ് വൈ. വൈ ഒരു കൺസണന്റ് ആണ്. ഇന്നലെ നമ്മൾ കൺസണന്റ് എന്നാന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ? അപ്പൊ വൽ പ്ലസ് വൈ ഈക്വൽസ് ഒരു എസ് കൊടുത്താൽ മതി. അതായത് എന്താണ്? അവസാനം വൈ ആണ് വരുന്നത് എങ്കിൽ അതിനു മുന്നേ ഒരു വവൽ സൗണ്ട് ആണ് എങ്കിൽ നമ്മൾ ഒരു എസിനെ ഇവിടെ കൂട്ടുകൊടുത്താൽ മതി. എന്താക്കാൻ? പ്ലൂറൽ ആയിട്ട് മാറ്റാൻ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു വാക്കിന്റെ സിംഗുലർ ആണ് എങ്കിൽ, ഒരു വാക്ക് അത് സിംഗുലർ ആണെങ്കിൽ, ടോയ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ബോയ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഡേ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, പ്ലേ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ ഇതിൽ വൈ ആണ് ഏറ്റവും അവസാനത്തെ വാക്ക് അല്ലെ? വൈ അക്ഷരം, ഏറ്റവും അവസാനത്തെ അക്ഷരം വൈ ആണ്. വൈക്ക് തൊട്ടു മുന്നേ ഉള്ള ആള് എവിടെ വരുന്നതാ? ദേ ഇവരുടെ കൂട്ടത്തിൽ വരുന്നതാ. അവരാരാണ്? വവൽ സൗണ്ട് ആണ് അല്ലെ? അപ്പൊ ആ വവൽ സൗണ്ട് ഇവിടെ വരുന്നു, വൈ ഇവിടെ വരുന്നു. ഇങ്ങനെ അടുത്ത് ചേർന്നത് ഓ പ്ലസ് വൈ, അതായത് വവൽ സൗണ്ട് പ്ലസ് വൈ ആണെങ്കിൽ എസ് ആണ് അവസാനം നമ്മൾ ആ വാക്കിന്റെ കൂടെ ചേർക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് പ്ലൂറൽ ആയിട്ടുള്ള ടോയ്സ് എന്ന് കിട്ടും. അത് തന്നെയല്ലേ എല്ലായിടത്തും സംഭവിച്ചത്? ബോയ്സ്, ഡേ എ ആണ്, ഡേയ്സ് എ വൈ അല്ലെ? വവൽ സൗണ്ട് അല്ലേ? വൈ അല്ലേ? വൈ പ്ലസ് വവൽ സൗണ്ട് പ്ലസ് വൈ അല്ലേ? അപ്പൊ ദേ എസ് കൊടുത്തു, അപ്പൊ പ്ലൂറൽ കിട്ടി, പ്ലേസ് എന്ന് കിട്ടി. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആ കാര്യം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നോക്കിയേ. പൊട്ടറ്റോ, ഹീറോ. പൊട്ടറ്റോ, ഹീറോ. ഇവിടെ ഹീറോ എന്നുണ്ട്, പൊട്ടറ്റോ എന്നുണ്ട്. അപ്പൊ ഇവിടെ എന്നാ സംഭവിച്ചത്? നമുക്ക് അവസാനം കിടക്കുന്നത് ഓ ആണ്. ഓ ഓ വന്നു കഴിയുമ്പോ എന്താ പറഞ്ഞിരിക്കുന്നത്? കൺസണന്റ്, കൺസണന്റ് പ്ലസ് ഓ എന്നാണെങ്കിൽ ഒ ഇ എസ് എന്ന് വാക്കിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാ കിട്ടും? പ്ലൂറൽ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്ലൂറൽ ആണ്, ഇത് സിംഗുലർ ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് താഴെ വീണ്ടും എഴുതാഞ്ഞത്. അപ്പൊ പൊട്ടറ്റോ എന്ന് കൊടുത്തിട്ടുണ്ട്, കൺസണന്റ് സൗണ്ട് ആണ്. ആർക്ക് മുന്നേ വന്നേക്കുന്നേ? ഈ വവലിന് മുമ്പ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഒ ഇ എസ് എന്ന് കൊടുത്താൽ മതി. പക്ഷേ ചില സന്ദർഭങ്ങളിൽ, അതായത് ചില ഇറ്റാലിയൻ, ഗ്രീക്ക് പദങ്ങളിലൊക്കെ ഇതിന് വ്യത്യാസമുണ്ട്. അതായത് അതിന്റെ റൂൾ അനുസരിച്ച് അവസാനം ഓ വന്നു കഴിഞ്ഞാൽ എസ് ആണ് ചേർക്കേണ്ടത്, ഇ എസ് അല്ല എന്നൊക്കെ ചില വാദങ്ങളുണ്ട്. അതുകൊണ്ട് റൂള് വ്യത്യാസമുള്ള ചില പദങ്ങളുമുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ച് പഠിക്കേണ്ടതുമുണ്ട്. കാരണം അതിൽ നിന്നൊക്കെ ചിലപ്പോ ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പൊ ഈ രണ്ട് കാര്യം എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മനസ്സിലായോ? അതായത് എന്താ? വവൽ സൗണ്ടിന്റെ കൂടെ വൈ എന്നാണ് വരുന്നതെങ്കിൽ ആ വാക്കിനെ പ്ലൂറൽ ആക്കാനായിട്ട് വൈക്ക് ശേഷം നമ്മൾ ഒരു എസിനെ മാത്രം കൊടുത്താൽ മതി. എന്നാൽ പൊട്ടറ്റോ എന്നുള്ള വാക്കിന്റെ അവസാനം വരുന്നത് ഓയാണ്. അതിന്റെ ഓയ്ക്ക് മുമ്പ് ഒരു കൺസണന്റ് സൗണ്ട് ആണ് വന്നിരിക്കുന്നത്, ടി. ടി ഒരു കൺസണന്റ് സൗണ്ട് ആണ്. ഓ എന്നാണ് അവസാനം വന്നിരിക്കുന്നത്. അപ്പൊ കൺസണന്റ് സൗണ്ട് പ്ലസ് ഓ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒ ഇ എസ് എന്ന് കൊടുക്കണം. എന്നാൽ ചില വാചകങ്ങളിൽ അതിന്റെ ഒറിജിൻ അനുസരിച്ച് ചില വാക്കുകൾ, വാചകങ്ങളല്ല, വാക്കുകളുടെ ഒറിജിൻ, അത് ഏത് ഭാഷയിൽ നിന്നാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അതനുസരിച്ച് ചില എക്സെപ്ഷൻസ് ഒക്കെ വരാറുണ്ട്. അത് നമ്മൾ പിന്നീട് നോക്കേണ്ടതും ആണ്. ഓക്കെ, ഇനി നോക്കുക. ഫാമിലി, ഫ്ലൈ, ലേഡി. ഓക്കെ, ഫാമിലി, ഫ്ലൈ, ലേഡി. എന്താ പ്രത്യേകത? നേരത്തെ പ്രത്യേകത വൈ അവിടെ ഉണ്ട്, ആകെ കുത്തി വരച്ചിട്ടിരിക്കുക അല്ലെ?
നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം എന്നിട്ട് പോവാം. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് നോക്കിയേ, vowel plus y ആയിരുന്നു. പക്ഷെ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ കൺസണന്റ് പ്ലസ് y ആണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. ഓക്കെ, കൺസണന്റ് പ്ലസ് y ആണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. അതല്ലേ, നീ നോക്കിയേ, കൺസണന്റ് പ്ലസ് y അല്ലേ? മുമ്പേ നമ്മൾ പഠിച്ചത് എന്താണ്? vowel പ്ലസ് y ആണ് പഠിച്ചത്. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് കൺസണന്റ് പ്ലസ് y ആണ്. അപ്പൊ നോക്കുക, family, fly, lady. ഇവിടെ കൺസണന്റ് പ്ലസ് y വന്നാൽ, കൺസണന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലി, എൽ എന്താണ്? കൺസണന്റ് ആണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? എൽ എന്ന് പറയുന്നത് ഒരു വവൽ സൗണ്ട് അല്ല, അതുകൊണ്ട് അതൊരു കൺസണന്റ് സൗണ്ട് ആണ്. അപ്പോ കൺസണന്റ് സൗണ്ട് പ്ലസ് y അല്ലേ അവസാനിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നത് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? I E S എന്ന് ചേർക്കണം. I E S എന്ന് നമ്മൾ ചേർക്കണം. എന്ത് ചെയ്യാൻ? പ്ലൂറൽ ആയിട്ട് അതിനെ രൂപമാറ്റം വരുത്താൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ y മാറി അവിടെ ആരാകും? I E S എന്ന് കേറിയിരിക്കും. നോക്കി, FAMILIES, families. അതിന്റെ ഇവിടെ വന്നത് flies, ladies. ശരിയല്ലേ? ഈ റൂള് മറക്കരുത്, ഓർത്ത് വെച്ചോണം. ഒരുപാട് റൂള് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകും. പക്ഷെ ഒന്നുകൂടി ഇത് കണ്ട് മനസ്സിലാക്കി പോണം കേട്ടോ. കുറെ റൂള് ഒരുമിച്ച് വരുമ്പോ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഒക്കെ തോന്നും. പക്ഷെ മനസ്സിലാക്കി പോണം. നമുക്ക് ഒന്നും കൂടി ഒന്ന് പറഞ്ഞൊക്കെ നോക്കാം, പേടിക്കേണ്ട. നമ്മള് ഓർത്തെടുക്കും. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഓർത്തെടുത്തിരിക്കും. ഓക്കെ, ഇനി നോക്കുക, കൺസണന്റ് പ്ലസ് O. അപ്പുറത്ത് എന്തുവായിരുന്നു? അത് തന്നെയാ കേട്ടോ, കൺസണന്റ് പ്ലസ് O. അതിന്റെ ബാക്കി പൊട്ടറ്റോ ഇവിടെ വന്നതാണ്. കുഴപ്പമില്ല, ഒന്നും കൂടി വന്നേ ഉള്ളൂ. പൊട്ടറ്റോസ്. ഓക്കെ, പിയാനോ, കാസിനോ, അതിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിയാനോസ്, കാസിനോസ് എന്ന് വരും. അത് ഒരു ചെറിയൊരു എക്സെപ്ഷൻ ആയിട്ട് വരും. സാധാരണ വായിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒറിജിൻ, ആ വാക്കുകളുടെ ഒറിജിൻ, ഇറ്റാലിയൻ ഒറിജിൻ, ഗ്രീക്ക് ഒറിജിനിലൊക്കെ വരുന്ന വാക്കുകൾക്ക് ചില റൂളുകൾ, എക്സെപ്ഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വാക്കുകൾ പ്രത്യേകം എടുത്ത് ഒരു സ്റ്റഡി പിന്നീട് നടത്താം. ഓക്കെ, ഇനി നോക്കിയേ, plural forms of words end with s, sh, ch എന്ന് പറഞ്ഞാൽ ക്ലാസ്. ഇവിടെ വാക്ക് വന്നിരിക്കുന്നത് ക്ലാസ് എന്നാണ് അല്ലെ? നമ്മുടെ ഒരു ക്ലാസ് എടുത്തു. നമ്മുടെ ഈ ക്ലാസ് ഒരു ക്ലാസ് ആണ്. നമ്മുടെ കുറെ അധ്യാപകർ എടുക്കുന്ന ക്ലാസ്സുകളാകുമ്പോൾ ക്ലാസ്സുകളാണ്, അറിയാലോ. അപ്പൊ ഈ ക്ലാസ്സിന്റെ കൂടെ എന്നാ ചേർക്കുമ്പോഴാണ് നമുക്ക് ക്ലാസ്സുകൾ എന്ന് പറയാൻ പറ്റുന്നത്? നമ്മുടെ ഈ ക്ലാസ് സിംഗുലർ ക്ലാസ് ആണ്. കുറെ അധ്യാപകർ ചേർന്നെടുക്കുന്ന ക്ലാസ് ക്ലാസസ് ആണ്. അതെങ്ങനെ മാറ്റാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കിയേ, SH, CH, ഇപ്രകാരം SH, SCH എന്നൊക്കെ വരുന്ന പദങ്ങളിൽ ഇങ്ങനെ വരുന്ന പദങ്ങളിൽ, അതായത് ഇങ്ങനെ വരുന്ന പദങ്ങൾ എന്ന് പറഞ്ഞാൽ അവസാന ഭാഗത്ത് ഇങ്ങനെ വരുന്ന ഒരു വാക്കിന്റെ അവസാനത്തിൽ നോക്കിക്കേ, ക്ലാസ്, ഡിഷ്, ബ്രാഞ്ച്. ഓക്കെ, ഇവിടെ നോക്കിയേ, അവസാനം വന്നേക്കുന്നത് നോക്കിയേ, SH, CH, SSH, CH. ഇങ്ങനെ വരുന്ന പദങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നാണ്? അവസാനം ES ആണ് ചേർക്കേണ്ടതെന്ന് ഈ എക്സാമ്പിൾസിൽ നമുക്ക് വ്യക്തമാകും. എക്സാമ്പിൾസ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. അതായത് സിംഗുലർ ആയിട്ടുള്ള വാക്കിന്റെ അവസാന ഭാഗത്ത് കിടക്കുന്നത് S ആണെങ്കിൽ
സിംഗുലർ ആയിട്ടുള്ള പദത്തിന്റെ അവസാന ഭാഗത്ത് SH ആണ് കിടക്കുന്നതെങ്കിൽ, സിംഗുലർ ആയിട്ടുള്ള പദത്തിന്റെ അവസാന ഭാഗത്ത് അവസാനത്തെ രണ്ടക്ഷരം CH ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ES ചേർത്താൽ അതിനെ നമുക്ക് പ്ലൂറൽ ആയിട്ട് മാറ്റാൻ പറ്റും. സിമ്പിൾ അല്ലേ? SH CH. ഓക്കെ ഓക്കെ. അപ്പോ അതിന്റെ കൂടെ നമ്മൾ ES ചേർത്ത് പഠിക്കണം. എക്സാമ്പിൾസ് ഒക്കെ എഴുതി പഠിക്കണം. പരീക്ഷയ്ക്ക് ഇപ്രകാരം സിംഗുലറിൽ നിന്നും പ്ലൂറലിലേക്ക് എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പോ എന്നൊക്കെ പറഞ്ഞാലും എഴുതണം. അതിനാണ് നമ്മൾ ഇതിനെ ഓർത്തെടുക്കുന്നത്. ഓക്കെ, ഇത് നോക്കിയേ. പ്ലൂറൽ ഫോംസ് ഓഫ് വേർഡ്സ് ആൻഡ് വിത്ത് എഫിലോ അവസാനിക്കുന്ന അക്ഷരങ്ങൾ, വാക്കുകൾ എഫിലോ അവസാനിച്ചാൽ, തീഫ് എന്ന് പറയുന്നത് ഒരു വാക്കല്ലേ, അത് അവസാനിക്കുന്നത് ഏതിലാണ്? ഒരു എഫിലാണ് അവസാനിക്കുന്നത്. ലൈഫ് എന്ന് പറയുന്നതും ഞാൻ ഈ വേളി പറഞ്ഞ പോലെ FE എന്ന രണ്ട് അക്ഷരങ്ങളിലാണ് അവസാനിക്കുന്നത്. നൈഫ്, കത്തി, മൊത്തം ടെറർ അല്ലേ? തീഫ്, ലൈഫ്, നൈഫ് എന്നൊക്കെ പറയുന്നു. ഓക്കെ, പേടിക്കണ്ട, ടെറർ ഒന്നുമില്ല. എക്സാമ്പിൾസ് ശ്രദ്ധിക്കാം. നൈഫ് FE ആണ് വരുന്നത്, നമ്മൾ പറഞ്ഞ പോലെ. അപ്പൊ FEO ഒന്നിച്ചാണ് എഴുതിയിരിക്കുന്നത്. FE ഇല്ല, FE ഒന്നിച്ചാണ് എഴുതിയിരിക്കുന്നത്. FE അല്ല, FE അടുപ്പിച്ചെഴുതണേ, FE. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീഫ് എന്നാണെങ്കിൽ അവസാനം F വന്നാലോ അവസാനം FE വന്നാലോ നമ്മൾ ചെയ്യേണ്ടത് ദേ ഇത്ര മാത്രം. എന്താണ്? VES എന്ന് നമ്മൾ ചേർക്കണം. VES. തീഫ് അപ്പോൾ എന്നാകും? thieves. ലൈഫ് എന്തോ ആകും? lives. നൈഫ് എന്തോ ആകും? എന്തായിട്ട് മാറുന്നേ? knives. ഓക്കെ, അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് സിംഗുലർ നൗണിനെ പ്ലൂറൽ നൗൺ ആക്കേണ്ടത് എന്ന്? കൂടുതൽ എക്സാമ്പിൾ ഒക്കെ ഇട്ട് നമുക്ക് പഠിക്കണം കേട്ടോ. അത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകണം. ഗ്രാമർ പഠിക്കുമ്പോ നമ്മള് ഒരു അടിത്തറയിട്ട് അതിന് മുകളിൽ ചവിട്ടി ചവിട്ടി പോവുകയാണെങ്കിൽ നമ്മുടെ കാല് ഒരിക്കലും തെന്നി പോകത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ചവിട്ടുന്നിടം തകർന്നു പോകത്തില്ല. സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ നമുക്ക് അനിവാര്യമാണ്. ഓക്കെ, അടുത്ത ടോപ്പിക് അല്ല, അടുത്ത ഭാഗം. മാൻ എന്തുവായി? മെന്നായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ A എന്ന വാവലിനെ E ആയിട്ട് മാറി. അതായത് ചില വാക്കുകളിൽ നൗണിനെ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് പ്ലൂറൽ ആയിട്ട് മാറും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലര് പറയും മെൻസ് എന്നൊക്കെ പറയും. അങ്ങനെ പറയരുത്, തെറ്റാണ് കേട്ടോ. മെൻസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മെൻ എന്നേ ഉള്ളൂ. മാൻ എന്നുള്ളതിന്റെ പ്ലൂറൽ ഫോം ആണ് മെൻ. മറക്കരുത്. പറയുമ്പോഴും ഇതൊക്കെ ഓർത്തിരുന്നങ്ങ് പറഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല കോൺഫിഡൻസ് ആണ് ഞാൻ സംസാരിക്കാൻ. ഓക്കെ, അപ്പൊ മാൻ അതിന്റെ പ്ലൂറൽ ഇത് ഒരു മാനേ ഉള്ളൂ. ഇത് രണ്ട് മെൻ ഉണ്ട്. ഓക്കെ, രണ്ടല്ലെങ്കിൽ അതിൽ കൂടുതൽ. മെൻ രണ്ടെന്നില്ല, മെൻ ഒന്നിൽ കൂടുതൽ. വായിക്കാൻ ശ്രമിക്കുന്ന. ഓക്കെ, വുമൺ വിമിനാണ്. എന്താണ്? A എന്ന് പറയുന്നത് നമ്മുടെ വവലിനെ അവിടുന്ന് മാറ്റി ഇവിടെ ആരായിട്ട് ആ വവൽ മാറി? E ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ വിമിൻ എന്നായി. വുമൺസ് എന്ന് പലരും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. വുമൺസ് അല്ല, വിമിൻ ആണ്. എപ്പോഴും ഓർത്തിരിക്കുക. ഇതൊക്കെ കൺഫ്യൂസിംഗ് ആയിട്ട് ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, +2 പഠിക്കുമ്പോൾ എന്റെ അധ്യാപിക വുമൺ വിമിൻ എന്ന് ബോർഡിൽ എഴുതി പഠിപ്പിച്ചത് ഓർക്കുന്നു. അതുപോലെ നമ്മളും ഓർത്തിരിക്കണം ഈ പറഞ്ഞ കാര്യം.
woman, women. Okay. Child, children. Child, children. ചിലർക്ക് എന്നാ വിചാരിക്കുന്ന അറിയാവോ, ഈ എസ് ഇല്ലാത്തവർ കൊണ്ട് എസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത സാധനമാണ്. പ്ലൂറൽ ആയിട്ട് എന്നൊക്കെ വന്നാലും അതിന്റെ എല്ലാം വാലയിൽ എസ് ഉണ്ടെന്ന് വിചാരിക്കുന്നവരുണ്ട്. ആ വിചാരം തെറ്റാണ്. ചിൽഡ്രൻസ് എന്നുള്ള ഒരു പദമില്ല. ചിൽഡ്രൻ, ചൈൽഡ് എന്ന് പറയുന്ന സിംഗുലർ വാക്കിന്റെ പ്ലൂറൽ ഫോം ആണ് ചിൽഡ്രൻ. എന്നില്ല, എസ്സിനെ പറയരുതേ. ഓക്കെ, ഇനി എന്നാ പറയും? മാൻ എന്നുള്ളതിനെ എന്നാ പറയും? മെൻ എന്ന് പറയും. വുമൺ എന്നുള്ളതിന് എന്നാ പറയും? വിമിൻ എന്ന് പറയും. ചൈൽഡ് എന്നുള്ളതിന് എന്നാ പറയും? ഞാൻ ചോദിക്കുന്നത് എന്നാന്നറിയാവോ? പ്ലൂറൽ എന്നാ പറയും എന്നാണ്. ചൈൽഡ് എന്നുള്ള ഈ പറയുന്ന മെൻ, വുമൺ, ചൈൽഡ് എന്നൊക്കെ ഉള്ളതിന്റെ സിംഗുലർ ആണ് ഇവയെല്ലാം. ഇനി ഇതിനെ എങ്ങനെ പ്ലൂറൽ ആക്കുമെന്നാണ് ഞാൻ എന്നാ പറയും ചോദിക്കുന്നത്. അതാണ് men, women, children, tooth, teeth. എന്റെ ഒരു പല്ലിന് കേടാന്ന് എങ്ങനെ പറയും? Oh, I have a problem with my tooth. പക്ഷെ മൊത്തം കേടാന്ന് എങ്ങനെ പറയും? Oh, I feel pain on my teeth. അല്ലേ? എനിക്ക് പല്ലുകൾക്ക് പെയിൻ ഉണ്ടെന്ന് പറയും. Mouse, അതിന്റെ പ്ലൂറൽ mice ആണ്. ഓക്കെ, ഓ എന്ന് പറയുന്ന ആ ഒരു വാളിന് മാറ്റം വന്ന് ഐ അവിടെ വന്നിട്ടുണ്ട് അല്ലെ. അതുപോലെ ശബ്ദത്തിനും മാറ്റം വന്നു. മൗസ്, ഇവിടെ മൈസ്, ഐ, മറ്റേത് ഓ, മൗ, അങ്ങനെയാ വന്നത്. മൗസ്, ഇവിടെ മൈസ് എന്നാണ് വന്നത്. ആ ഒരു ഐ, ഓ, ഔ, ആ രണ്ട് വ്യത്യാസവും വന്നിട്ടുണ്ട്. മൗ, മൈ, മൈസ് അല്ലെ. അപ്പൊ മൗസ് ആണ് സിംഗുലർ, മൈസ് ആണ് എന്ത്? പ്ലൂറൽ. അപ്പൊ ഇത് മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കണം. ഈ ട്യൂത്ത് ഒക്കെ എപ്പോഴും തെറ്റിക്കുന്നതാ, അതൊന്നും തെറ്റിക്കരുത് ഇനി. അതുപോലെ ചൈൽഡും എപ്പോഴും തെറ്റിക്കുന്നതാ, അതൊന്നും ഇനി തെറ്റിച്ചേക്കരുത് കേട്ടോ. ഇനി ഇന്നലെ നമ്മൾ വിട്ടുപോയ ഒരു ടൈപ്പ് ഓഫ് നൗൺ ഉണ്ട്, അതാണ് കോമ്പൗണ്ട് നൗൺ. നോക്കിയേ, ഡ്രോയിങ് ബോർഡ്. ഇത് പ്രത്യേകത എന്നാ? ഡ്രോയിങ് എന്ന് പറയുന്നത് ചെയ്യുന്ന ഒരു കാര്യം അല്ലേ. ഡ്രോയിങ്, വരയ്ക്കുക, വെർബ. പക്ഷെ ബോർഡ് എന്താണ്? ആ ഒബ്ജക്റ്റ് എന്നാ വസ്തുവിന്റെ മേലാ നമ്മൾ വരയ്ക്കുന്നത്, അതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ ബോർഡ് നമുക്ക് നൗൺ എപ്പോഴും ഒബ്ജക്റ്റ് ആയിട്ട് മാറും. നമ്മൾ ഇതിനെ പറഞ്ഞായിരുന്നു അല്ലെ. സബ്ജക്റ്റും ഒബ്ജക്റ്റുമായിട്ട് നൗൺ വരാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഡ്രോയിങ് ബോർഡ്, ഇവരെ രണ്ടിനെയും, നൗണിനെയും വെർബിനെയും ചേർത്ത് വെച്ചപ്പോ അവിടെ എന്നാ ഉണ്ടായി? ഒരു പുതിയ നൗൺ ഉണ്ടായി. അങ്ങനെ രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടി വെച്ചുണ്ടാക്കാൻ സാധിക്കുന്ന, ചിലപ്പോ വെർബാകും, ചിലപ്പോ ഒരു പ്രിപ്പോസിഷൻ ആവും, ചിലപ്പോ ഒരു നൗൺ ആകും, അതിനെയൊക്കെ ചിലപ്പോ നൗണും ആകും. അങ്ങനെ കൂട്ടിച്ചേർത്ത് നമ്മൾ പുതിയൊരു വാക്ക് ഉണ്ടാക്കുമ്പോൾ അതിനെയാണ്, അങ്ങനെ ഉണ്ടാകുന്ന വാക്കുകൾ നാമങ്ങളാണെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് നൗൺ. ഓക്കെ ഓക്കെ. ഷോപ്പ് കീപ്പർ, അതൊരു തസ്തികയല്ലേ, അപ്പൊ അതൊരു നൗൺ ആണ്, ഷോപ്പ് കീപ്പർ. ഹോം ഗാർഡ്, അതൊരു ജോലിയാണ്, അപ്പൊ അതും ഒരു പേരാണ്. ഹെയർ പിൻ അല്ലെ, ഹെയർ പിൻ അല്ലെ. നമ്മള് രണ്ടും നൗൺ ആണ്, ഹെയറും പിന്നും രണ്ടും നൗൺ ആണ്. നൗൺ പ്ലസ് നൗൺ അല്ലേ ഇത്. എഴുതണോ? എഴുതാം. ഡ്രോയിങ് ശ്രദ്ധിച്ചേ. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, കർമ്മമാണ്. കർമ്മല്ലേ, പ്രവൃത്തി. അതെ, ക്രിയ, കർമ്മം അല്ല, ക്രിയ. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയ എന്ന് പറയും. ഡ്രോയിങ് പ്ലസ് ബോർഡ്, ഡ്രോയിങ് ബോർഡ്. അപ്പൊ കൂട്ടിച്ചേർത്ത് വായിച്ചേ, ഡ്രോയിങ് ബോർഡ്, അതല്ലേ ഇവിടെ കിടക്കുന്നേ. അപ്പൊ അത് ബോർഡ് ഒരു നൗൺ ആണ്. അപ്പൊ വെർബ് പ്ലസ് നൗണ് ഈക്വൽ ടു പുതിയൊരു നൗണിനെ നമുക്ക് കിട്ടി. അപ്പൊ അപ്രകാരം വരുന്ന നൗണുകളാണ്, അല്ലെങ്കിൽ അപ്രകാരം രൂപപ്പെട്ടിട്ടുള്ള നൗണുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. അണ്ടർഗ്രൗണ്ട്, അണ്ടർ എന്ന് പറയുമ്പോൾ ഒരു പ്രിപ്പോസിഷൻ ആവും. പ്രിപ്പോസിഷൻ പ്ലസ്
ഗ്രൗണ്ട് എന്നല്ലേ വന്നേക്കുന്നേ. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. അപ്പൊ അണ്ടർഗ്രൗണ്ട് പ്രിപ്പോസിഷനും നൗണും കൂടെ ചേർന്നിട്ടാണ് അവിടെ പുതിയൊരു വാക്ക്, പുതിയൊരു പേര് അവിടെ ഉണ്ടായിട്ടുള്ളത്. അണ്ടർഗ്രൗണ്ട്, അതിനൊരു പേരല്ലേ, ആ ഒരു സ്ഥലത്തിന്റെ പേരല്ലേ അത്. ചിലപ്പോ അത് നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ, ചിലപ്പോ അല്ല, നൗൺ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അഡ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ അഡ്വർബ് ആയിട്ടൊക്കെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ ആക്ട് ചെയ്യാം. അണ്ടർഗ്രൗണ്ട് പ്ലേ എന്നൊക്കെ പറയുന്നില്ലേ, എന്തൊക്കെയോ നിഗൂഢ കളികൾ അല്ലെ, ഇങ്ങനെ താഴെ നീളെ എന്തോ നിഗൂഢ കളികളൊക്കെ ഉണ്ട്, അണ്ടർഗ്രൗണ്ട് പ്ലേ ഒക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ പറയും. അതുപോലെയൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ നമ്മളിതൊരു നൗൺ ആക്കി മാറ്റിയിരിക്കുകയാണ്. പ്രിപ്പോസിഷനെയും നൗണിനെയും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ പുതിയൊരു നൗൺ ഇവിടെ ഉണ്ടാക്കി. അപ്പൊ അതാണ് അണ്ടർഗ്രൗണ്ട്. ഹെയർ പിൻ അതുപോലെ, ഹെയർ എന്ന് പറഞ്ഞാൽ നൗൺ ആണ്, പിന്നെന്ന് പറഞ്ഞാൽ അതിൽ കുത്തുന്ന പിന്നെന്ന് പറഞ്ഞാൽ നൗൺ ആണ്. അപ്പൊ നൗണും ചേർന്ന് പുതിയൊരു നൗൺ ഉണ്ടായി. അത് കോമ്പൗണ്ട് നൗണിന്റെ ലിസ്റ്റിൽ പെടുത്താൻ പറ്റുന്നതാണ്. ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ് വരുമ്പോ പിന്നെ ടൂത്ത് പേസ്റ്റിനെ ഒഴിവാക്കാൻ പറ്റുമോ? അതുകൊണ്ട് രണ്ടും ഇട്ടിരിക്കുന്നത്. ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ് രണ്ടും എന്താണ്, നൗണുകളാണ്. ഓക്കെ അല്ലെ, നൗൺ ആണ്. ബ്രഷ് ചെയ്യും എന്ന് പറയും അല്ലെ, ഐ ബ്രഷ് മൈ ടീത്ത് എന്ന് പറയും. അത് വെർബായിട്ടും അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഇത് നൗൺ ആണ്. ടൂത്ത് ബ്രഷ്, പിന്നെ ടൂത്ത് പേസ്റ്റ് മനസ്സിലാക്കാം. വാഷിംഗ് പൗഡർ വെർബ അല്ലെ, വെർബ പ്ലസ് നൗൺ ആണ്. വാഷിംഗ് മെഷീൻ, മെഷീൻ നൗൺ ആണ് അല്ലെ, മെഷീൻ നൗൺ ആണ്. വാഷിംഗ് ഒരു വെർബാണ്. ഡ്രൈവിംഗ് ലൈസൻസ്, ഡ്രൈവിംഗ് ഒരു വെർബാണ്, ലൈസൻസ് ഒരു നൗൺ ആണ്. ഓർമ്മയുണ്ടല്ലോ, ഈ കാര്യങ്ങൾ മറന്നു പോകരുത്. അപ്പൊ ഇത്തരത്തിൽ കോമ്പൗണ്ട് നൗൺസിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രിപ്പോസിഷൻസ് ആഡ് ചെയ്തൊക്കെ നമ്മൾ എടുക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ആ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ചർച്ച ചെയ്യണം വരും ക്ലാസ്സുകളിലൊക്കെ. ഓക്കെ, ഇനി നോക്കിയേ, ഇത് പരീക്ഷകളിൽ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ബ്രദർ ഇൻ ലോ, അതിന്റെ പ്ലൂറൽ എന്തുവാണ്? ബ്രദേഴ്സ് ഇൻ ലോ അതാണ് പ്ലൂറൽ. സിസ്റ്റർ ഇൻ ലോ ആണെങ്കിലോ സിസ്റ്റേഴ്സ് ഇൻ ലോ അതാണ് പ്ലൂറൽ. എന്നാ ചെയ്തു, നമ്മൾ ഈ നൗണിന്റെ കൂടെ മാത്രം ഒരു എസ് കൊടുത്തു അല്ലെ. സോറി. ഓക്കെ, ബ്രദേഴ്സ് ഇൻ ലോ. ഇനി ഇതൊക്കെ ചോദ്യത്തിൽ കണ്ടാൽ തെറ്റിക്കരുതേ, ശ്രദ്ധിച്ചു നോക്കും. സിംഗുലർ ആയിട്ട് ബ്രദർ ഇൻ ലോ അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മദർ ഇൻ ലോ എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്ലൂറൽ ആയിട്ട് മാറുമ്പോ എന്നാ ചെയ്യണം? ബ്രദേഴ്സ് ഇൻ ലോ, സിസ്റ്റേഴ്സ് ഇൻ ലോ, മദേഴ്സ് ഇൻ ലോ, ഫാദേഴ്സ് ഇൻ ലോ എന്നാകണം. ഓക്കെ, ശരി. ഇനി ഐഡന്റിക്കൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ, അതെന്നാന്ന് അങ്ങനെ പറയുന്നതിന് അർത്ഥം? ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് കേട്ടിട്ടില്ലേ? ഒരേപോലെ ഇരിക്കും അല്ലെ. നമുക്ക് ചിലപ്പോ കണ്ടാ ഒന്നും മനസ്സിലാവത്തില്ല, ഇത് ആരാ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് പോകും. രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു, കണ്ണും മൂക്കും എല്ലാം ഒരുപോലെ, മുഖവും എല്ലാം ഒരുപോലെ, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ അമ്മയ്ക്കറിയാം എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ടെന്ന്. അത് തന്നെ എവിടെയും ഇംഗ്ലീഷ് എന്ന് പറയുന്ന അമ്മയ്ക്കറിയാം ചില വ്യത്യാസങ്ങൾ എന്റെ മക്കൾക്ക് ഉണ്ടെന്ന്. അത് തന്നെ എവിടെ സംഭവിച്ചിട്ടുള്ളത്. അതാണ് സ്പീഷീസ്, ഷീപ്പ്, ഫിഷ്, മൂസ്, ക്രോസ് റോഡ്സ്, ഓഫ് സ്പ്രിംഗ്. ഈ വാക്കുകളൊക്കെ സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഈ സ്ക്രീനിൽ കാണുന്നത് മാത്രമേ സിംഗുലറിനും പ്ലൂറലിനും ഉള്ളൂ. ഇതിന് വേറെ ഒരു വാക്കും ഇല്ല പ്ലൂറൽ ആയിട്ട്. സ്പീഷീസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സ്പീഷീസ്, എ സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഒരു സ്പീഷീസ് എന്നാകും. ദ സ്പീഷീസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 3 സ്പീഷീസ്, ഫോർ എക്സാമ്പിൾ 3 സ്പീഷീസ് എന്ന് പറഞ്ഞാൽ 3 സ്പീഷീസ് എന്നുള്ള അർത്ഥം വരും. നമ്മൾ അപ്പൊ ഇവിടെ ന്യൂമറൽസിനെ ഇട്ട് കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ ദീസ്, അല്ലെ ദോസ്. മനസ്സിലാവുന്നുണ്ടോ എന്താ ഞാൻ പറഞ്ഞേ? ഐഡന്റിക്കൽ ട്വിൻസ് ഒരേപോലെ ഇരിക്കും, ഒരു വ്യത്യാസമില്ല. സിംഗുലറിനും പ്ലൂറലിനും ഈ കാണുന്ന ഇത്രയും വാക്കുകളേ ഉള്ളൂ. അതായത് ഒന്നുകൂടി ഞാൻ പറയാം, കൺഫ്യൂഷൻ ആയി തോന്നുന്നു. ചിലരുടെയൊക്കെ മുഖം അയ്യോ എന്ന് എന്തോ ഒരു ഡൗട്ട്ഫുൾ ആയ പോലെ. ഓക്കെ, സ്പീഷീസ്, ഈ എസ് കണ്ടോണ്ട് ആരും വിചാരിക്കരുത് ഒരു ES കൂടെ ഇട്ട് കൊടുക്കാന്ന്, അല്ലെങ്കിൽ സ്പീഷീസ്
സ്പീഷീസ് എന്നൊന്നും ഇട്ട് കൊടുക്കരുത്. സ്പീഷീസ് അത് സിംഗുലർ ആണ്, പ്ലൂറലുമാണ്. അല്ലെ ഒന്നിൽ കൂടുതൽ എന്നുള്ള അർത്ഥമാണ് ഈ രണ്ടിനെ, അല്ലെ രണ്ടെന്ന് മാത്രം ഓർക്കരുത്. എ സ്പീഷീസ് അല്ലെങ്കിൽ these a species is noted. പത്രത്തിൽ ചിലപ്പോൾ കാണാറുണ്ട് ഈ പുതിയ ജീവികളെയൊക്കെ, പുതിയ ജന്തുജാലങ്ങളെയൊക്കെ കണ്ടുപിടിച്ചു. സ്പീഷീസ് ഇസ് നോട്ടഡ് ഇൻ ദി വെസ്റ്റേൺ ഗാർഡ്സ് എന്നോ അങ്ങനെയൊക്കെ. എ ന്യൂ സ്പീഷീസ് ഓഫ് സ്നേക്ക് അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. എ ന്യൂ സ്പീഷീസ് ഓഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ അങ്ങനെ പത്രത്തിലൊക്കെ വരാറുണ്ട്. അപ്പൊ എ എന്ന് ചേർത്ത് ഒരു പുതിയ സ്പീഷീസ്. പക്ഷെ അപ്പൊ ഈസ് ആണ് വരേണ്ടത് കേട്ടോ. അത് നമ്മൾ ടെൻസിൽ പഠിക്കും. എ സ്പീഷീസ് അല്ലേ, അപ്പൊ അതിനെ നമ്മൾ സിംഗുലർ ആയിട്ടേ കണക്കാക്കാവുള്ളൂ. ദീസ് സ്പീഷീസ് എന്ന് ചോദിച്ചാലോ ആർ. ദീസ് സ്പീഷീസ് ആർ നോട്ടഡ് or discovered, അല്ലെ? These species are discovered. നേരെ ഇത് എന്നതായി? പ്ലൂറൽ ആയി. ദീസ് ഇവിടെ കൊണ്ടതുകൊണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു ദീസിനെ കൊണ്ടിരുന്ന കഥയൊക്കെ ഓർമ്മയുണ്ടോ? റിപ്പീറ്റ് അടിച്ച് സമയം കളയുന്നില്ല. ഓക്കെ, ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? ഡിറ്റർമിനേഴ്സ് പോർത്താണ്. ഓക്കെ, ദീസ് ദോസ് അല്ലെങ്കിൽ ദാറ്റ് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ദോസ് സ്പീഷീസ് എന്ന് പറയുവാണെങ്കിൽ ആറാണ് ഇവിടെ ചേർക്കേണ്ടത്, കാരണം പ്ലൂറൽ ആയിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ടു സ്പീഷീസ് എന്നോ ടു സ്പീഷീസ് എന്ന് പറയാം. അപ്പോഴും ഇത് പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ വെർബേ ഉപയോഗിക്കാവുള്ളൂ. പ്ലൂറൽ വെർബ് പ്ലൂറൽ ആയിട്ടുള്ള വാക്ക് പ്ലൂറൽ വെർബാണ് വരേണ്ടത്. നമ്മുടെ കോൺകോർഡിൽ പറയുന്നതനുസരിച്ച് നിയമം അങ്ങനെയാണ്. അപ്പൊ മനസ്സിലായല്ലോ ഇതെങ്ങനെ എഴുതണ്ടേന്ന്? കിട്ടിയല്ലോ? സംശയമൊന്നുമില്ലല്ലോ അതില്? അതേപോലെ കേട്ടോ ഫിഷും നമുക്ക് സംശയം കാണും. ഫിഷസ് ആണ്, ഫിഷസ് അല്ല. ഓക്കെ, എ ഫിഷ് എന്ന് പറയാം. അപ്പൊ അത് എ ഫിഷ് ഈസ് ഇൻ ദി പോട്ട്. എ ഫിഷ് ഈസ് ഇൻ ദി പോട്ട്. ഈസി ചേർത്ത് കണ്ടോ? കാരണം തന്നെ അത് സിംഗുലർ ആണ്. ദോസ് ഫിഷ്, ഫിഷസ് അല്ല. ദോസ് ഫിഷ് ആർ in the stream. Those fish are, നമുക്കൊരു സുഖക്കുറവൊക്കെ തോന്നും, പക്ഷെ ഇതാണ് ശരി. Those fish അല്ലെങ്കിൽ 1000 fish thousands of fish often can be found in the ocean. Okay, thousands of fish can be found in the ocean. അപ്പൊ ശ്രദ്ധിച്ചേ, ഇതിപ്പോ ഒത്തിരി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ക്യാൻ ബി ചേർത്തത്, പക്ഷെ 3 ഫിഷസ് എന്നാണ്. സോറി, ഞാനും തെറ്റിച്ച് പറഞ്ഞത് ക്ഷമിക്കണം. 3 ഫിഷ് ആണ്. നമ്മൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോകും, പക്ഷെ അതല്ല കേട്ടോ ശരി. 3 fish are in the aquarium. Okay, 3 fish are in the aquarium. അപ്പൊ ശ്രദ്ധിച്ചോണം, ഫിഷും എങ്ങനെയാണ് സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഫിഷ് എന്ന് മാത്രമേ ഉള്ളൂ, ഫിഷസ് എന്നില്ല കേട്ടോ. പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറിയൊരു ബെഷൊക്കെ വരും, അത് പരീക്ഷയ്ക്ക് വരുത്തരുത്. അങ്ങനെയാണ്. ഇനി നോക്കുക, ഓഫ് സ്പ്രിങ്. The new offspring, അങ്ങനല്ല, the new offsprings എന്ന് പറയും. ഓഫ് സ്പ്രിങ് എന്നേ പറയാൻ പാടുള്ളൂ. ഓഫ് സ്പ്രിങ് ആണ് ശരി. ഓഫ് സ്പ്രിങ്. മൂസേ ഉള്ളൂ, മൂസസ് ഇല്ല. ക്രോസ് റോഡ്സ് എസ് കാണും, നമ്മൾ വിചാരിക്കും സോറി അത് പ്ലൂറൽ ആണ് നമ്മൾ വിചാരിക്കും, പക്ഷെ ഇത് പ്ലൂറൽ അല്ല. ദീസ് ക്രോസ് റോഡ്സ് എന്നോ അല്ലെങ്കിൽ ദോസ് ക്രോസ് റോഡ്സ് എന്നോ
അല്ലെങ്കിൽ ഇതിലെ ന്യൂമറൽസ് വെച്ചിട്ടുള്ള ക്രോസ് റോഡ്സ് എന്നോ പറഞ്ഞ മാത്രമേ അത് പ്ലൂറൽ ആവത്തുള്ളൂ. ദീസ് ഓഫ് സ്പ്രിംഗ് എന്നോ ദോസ് ഓഫ് സ്പ്രിംഗ് എന്നോ ഫോർ ഓഫ് സ്പ്രിംഗ് എന്നോ പറഞ്ഞാൽ മാത്രമേ അതും പ്ലൂറൽ ആവത്തുള്ളൂ. എസ് ഇടരുത്, തെറ്റാണ്. ദീസ് മൂസ് അല്ലെങ്കിൽ ദീസ് ഫിഷ്, 5 ഫിഷ്, 3 മൂസ് എന്നൊക്കെ നമുക്ക് പറയാം. 5 ഷീപ്പ്, ഷീപ്സ് ഇല്ല, 5 ഷീപ്പ്, 3 ഷീപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. സ്പീഷീസ് അതും 5 സ്പീഷീസ്, then a species, a sheep, a fish, a moose, a crossroads അല്ലെങ്കിൽ 1 crossroads, an offspring. ആൻ എന്താണെന്ന് അറിയാലോ, ഇത് എ ഇ ഐ ഒ യു വവൽ സൗണ്ടിൽ ഓ ആയതുകൊണ്ട് ഇതിന് മുമ്പ് വരുന്ന ആർട്ടിക്കിൾ ആൻ ആണ്. അത് നമ്മൾ ആർട്ടിക്കിളിൽ കൂടുതൽ പഠിക്കും, അപ്പൊ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഐഡന്റിക്കൽ സിംഗുലറിനെയും ഐഡന്റിക്കൽ പ്ലൂറലിനെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം പ്ലൂറൽ ആയിട്ടും സിംഗുലർ ആയിട്ടും ഒക്കെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവര് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിന് മുന്നേ ഇവർക്കൊരു സഹായകമായിട്ട് ചില മോഡിഫയേഴ്സിനെ ഒക്കെ വെച്ചു കൊടുക്കും, ചില ഡിറ്റർമിനേഴ്സിനെ ഒക്കെ വെച്ചു കൊടുക്കും, ആർട്ടിക്കിൾസിനെ വെച്ചു കൊടുക്കും. ഡിറ്റർമിനർ എന്ന് നമ്മൾ പറഞ്ഞു, ഡിറ്റർമിനേഴ്സിൽ ആർട്ടിക്കിൾസ് വരും എന്ന് പറഞ്ഞു, അപ്പൊ അവരെ നമ്മൾ വെച്ചു കൊടുക്കും. ന്യൂമറൽസിനെ നമ്മൾ വെച്ചു കൊടുക്കും, കാർഡിനൽസ് അല്ലെ, അവരെ നമ്മൾ വെച്ചു കൊടുക്കും. ദെൻ ഫ്രാക്ഷൻസ് ചിലപ്പോൾ വെച്ചു കൊടുക്കും. അപ്പൊ അതൊക്കെ വരും ഡിറ്റർമിനേഴ്സ് ആയിട്ട്. ഓക്കെ, ഇനി നോക്കാം പ്രോപ്പർ നൗൺ. നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു അല്ലെ. ഇപ്പൊ പ്രോപ്പർ നൗണിനെ ഒരു സെന്റൻസിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തണം. ഓക്കെ, കുറെ എക്സാമ്പിൾസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രോപ്പർ നൗണിനെ നമുക്കൊരു സെന്റൻസ് കാണുമ്പോൾ പെട്ടെന്ന് കയറി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കണം. അപ്പൊ നോക്കിയേ, ഇവിടെ ഓൾവേസ്, ഇവിടെ ഒരു പെർമനന്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്തോ ഒരു വര, സോറി. ഓൾവേസ് ബിഗിൻ വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. പ്രോപ്പർ നൗണുകൾ എന്തിന്റെയെങ്കിലും ഒക്കെ പേരായിരിക്കും. ആ പേരുകൾ ആ ഒരാൾക്ക് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പൊ ലിൻറ്റു എന്ന പേര് പലർക്കും കാണും, പക്ഷെ അങ്ങനെ ഒരു പേര് എനിക്ക് മാത്രമേ കാണുള്ളൂ, അങ്ങനെ ഒരു ഇൻഷ്യലോട് കൂടിയ പേര്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ അത് നിങ്ങൾക്ക് മാത്രമേ കാണുള്ളൂ ആ ഒരു ഇൻഷ്യലില്. നിങ്ങളുടെ അച്ഛന്റെ പേര്, നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര്, നിങ്ങളുടെ വീട്ടിലുള്ള മൃഗത്തിന് ഉള്ള ഒരു പേര്, അതേപോലെ നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു മൗണ്ടെയിന്റെ പേര്, നമുക്കുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി, ഇതൊക്കെ നൗണായിട്ട് വരുമ്പോ ക്വാളിറ്റി ഇവിടെ വരില്ലല്ലോ. പേരുകൾ മെയിൻ ആയിട്ടും ഒരാൾക്ക് വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ള പേരുകൾ, ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ള പേരുകൾ, ഒരു സ്ഥലത്തിന് മാത്രം കൊടുത്തിട്ടുള്ള പേരുകൾ, ഒരു രാജ്യത്തിന് മാത്രം കൊടുത്തിട്ടുള്ള പേരുകൾ, അവയെല്ലാം ഏത് കാറ്റഗറിയിൽ വരും? ഷേക്സ്പിയർ ഇസ് റൈറ്റർ. റൈറ്റർ എന്നുള്ളത് വേറൊരു കാറ്റഗറിയാണ്, കോമൺ ആണ്. കുറെ റൈറ്റേഴ്സിന് നമുക്ക് കിട്ടും, പക്ഷെ ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരു റൈറ്ററെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഷേക്സ്പിയർ ആരാണ്? പ്രോപ്പർ നൗണിലെ ആളാണ്. ഞാൻ ആരാണ്? അല്ലെ, എന്റെ പേര് എന്തുവാണ്? അതും എന്നാ പറഞ്ഞാലും വരുന്നത് പ്രോപ്പർ നൗണിലാണ്, കാരണം വേറെ ഇല്ല. പക്ഷെ ഗേൾ അല്ലെങ്കിൽ വുമൺ എന്നുള്ളത് വേറെ ഉണ്ട്. വേറെ ആരെ വേണമെങ്കിലും, ഒരു സ്ത്രീ ആയിട്ട് പിറന്ന ഒരാളെ, പെൺകുട്ടിയായിട്ട് പിറന്ന, ആൺകുട്ടിയായിട്ട് പിറന്ന ഒരാളെ കാണുമ്പോൾ ബോയ്, ഗേൾ, വുമൻ, മാൻ എന്നൊക്കെ നമുക്ക് വിളിക്കാം, പൊതുവായിട്ട് വിളിക്കാം. പക്ഷെ പേര് മറ്റൊരാളെ നമുക്ക്, എന്റെ പേരെടുത്ത് വേറൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ വിളി കേൾക്കില്ല, ആ ഒരാൾക്ക് മാത്രമുള്ളതാണ്. ഭാരതം എന്നുള്ള പേര് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന് മാത്രമുള്ള ഒരു പേരാണ്. പ്രോപ്പർ നൗണിന്റെ പട്ടികയിൽ നമുക്ക് അതിനെ ഇടാം, ആ പേരിനെ. ഓക്കെ, അപ്പൊ നോക്കുക, ഓൾവേസ് ബിഗിൻ വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ എന്ത് എഴുതിയാലും, നമ്മൾ എഴുതുന്ന എസ്സേ ആണെങ്കിലും എന്തുത്തരമാണെങ്കിലും അതിൽ നമ്മൾ ഒരു പ്രോപ്പർ നൗണിനെ, എന്തെങ്കിലും ഒരു പേരിനെ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ അതിലെ ക്യാപിറ്റൽ ലെറ്ററിലേ തുടങ്ങാവുള്ളൂ. ഓക്കെ, നമ്മള് ഭാരതത്തിന്റെ പേര് എഴുതുന്നു, ഇന്ത്യ, സ്മോൾ ലെറ്ററിൽ എഴുതിയിട്ട് ഇന്ത്യ എന്ന് എഴുതിയാൽ അത് തെറ്റാണ്, അങ്ങനെ എഴുതരുത്. പ്രോപ്പർ നൗൺ, അതായത് ഇന്ത്യ എന്ന് പറയുന്ന മറ്റൊരു പേരില്ല വേറെ ആർക്കും, അതുകൊണ്ട് ആ ഒരു നാടിന്, ആ ഒരു രാജ്യത്തിന് മാത്രമേ ഇന്ത്യ എന്നൊരു പേരുള്ളൂ. അതൊരു പ്രോപ്പർ നൗൺ ആണ്, ഭയങ്കര പവർഫുൾ ആണ്. അതുകൊണ്ട് ആ പേരിന്റെ ആദ്യത്തെ അക്ഷരം നമ്മള് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം, മറന്നു പോകരുത്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ ഒരു പ്രോപ്പർ നൗണിന്റെ ആദ്യമേ ക്യാപിറ്റൽ ലെറ്റർ. ഇത് നോക്കിയേ, ഞാൻ എല്ലാം അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ,
സീമ റൈറ്റ്സ് എ നോവൽ. സീമ എന്ന് പറയുന്ന പേര് ആ നോവൽ എഴുതിയ വ്യക്തിക്ക് മാത്രമേ കാണുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് വേറൊരു സീമയെ ആ നോവൽ എഴുതിയ മറ്റൊരു സീമയെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. സീമ എന്ന പേര് ആ വ്യക്തിക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതൊരു പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇന്ത്യ ഈസ് മൈ നേഷൻ, എന്റെ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യ എന്നുള്ളത് പ്രോപ്പർ നൗൺ ആണ് അല്ലെ? ഇനി നോക്കി, റാം ഈസ് എ സോൾജിയർ. റാം എന്ന് പറയുന്ന ആള് ഒരു സോൾജിയർ ആണെന്ന് പറഞ്ഞു. ഇവിടെ സോൾജിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയത്തിലുള്ള പട്ടാളക്കാരെ, വാർത്തയിൽ നമ്മൾ കാണുന്ന പട്ടാളക്കാരെയൊക്കെ പട്ടാളക്കാർ എന്ന് പറയാം, അല്ലെങ്കിൽ സോൾജിയേഴ്സ് എന്ന് നമുക്ക് പറയാം. സോൾജിയർ എന്ന് നമുക്ക് വിളിക്കാം, ആരെയും വിളിക്കാം. പട്ടാളക്കാരായിട്ടുള്ള ആളുകളെ നമുക്ക് സോൾജിയർ എന്ന് വിളിക്കാം. ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം നമുക്ക് ടീച്ചർ എന്ന് വിളിക്കാം. പക്ഷേ ആ പേരുണ്ടല്ലോ ആളുടെ, ഇവിടെ റാമാണ്. ആ പേര് അയാൾക്ക് മാത്രമേ കാണുള്ളൂ. അപ്പോ അയാൾക്ക് വേണ്ടി മാത്രം, അയാൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ആ ഒരു പേര്, മൊത്തം ഇനിഷ്യൽ ഒക്കെ ചേർത്തിട്ടുള്ള ആ പേര്, ഫോർ എക്സാമ്പിൾ. അപ്പൊ അത് അയാൾക്ക് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പ്രോപ്പർ നൗൺ ആയിട്ടാണ് കാണുന്നത്. അപ്പോ നമ്മൾ എക്സാം എഴുതുമ്പോ ഈ പ്രോപ്പർ നൗണിനെ നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റുന്നു, അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഇനി നിങ്ങൾക്ക് സാധിക്കും എന്ന് അങ്ങ് ഉറപ്പിച്ചേ മനസ്സിൽ. സാധിച്ചിരിക്കും, ഉറപ്പാണ്. പ്രോപ്പർ നൗണിനെ ഇനി കണ്ടുപിടിച്ച് എഴുതിയിരിക്കും എന്നങ്ങ് ഉറപ്പിച്ചോളുക. ഇനി നോക്കിയേ, കോമൺ നൗൺ. ഈ എക്സാമ്പിളിൽ തന്നെ ഞാൻ കുറച്ച് കോമൺ നൗൺസ് കൊടുത്തിട്ടുണ്ടല്ലോ. നോവൽ ഈസ് എ കോമൺ നൗൺ. എവിടെയാ നിങ്ങൾ നോവൽ കണ്ടത്? എ നോവൽ. അതിന് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടോ? ഇല്ല. കാരണം എന്നാ, നോവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നോവൽ ഉണ്ട്. ഏത് നോവൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ലെ? അപ്പൊ നോവൽ എന്ന് പൊതുവായിട്ട് പല നോവലുകളെ പൊതുവായിട്ട് നമ്മൾ വിളിക്കുന്നതാണ് നോവൽ എന്ന്. അപ്പൊ അത് പലർക്കും ഉണ്ട്, പല നോവലുകൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അത് പൊതുവായിട്ടുള്ളതാണ്, അല്ലാതെ ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ ഒരു ബുക്കിന് മാത്രം നോവലിന് കൊടുത്തിരിക്കുന്ന ഒരു പേരല്ല. പൊതുവായിട്ട് നോവലാണ്. ഓക്കെ, ഇപ്പൊ നോവൽ എന്ന് കാണുമ്പോൾ അതിന്റെ പുറകിൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഗേൾ എന്ന് കാണുമ്പോൾ അതിന്റെ പുറകിൽ ഒരു കൂട്ടം ഗേൾസ് ഉണ്ടാവും. അതുപോലെ നോവൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ നോവലുകളെ മനസ്സിൽ കൊണ്ടുവരും, അല്ലാതെ ഒരു നോവലിനെ അല്ല കൊണ്ടുവരുന്നത്. അപ്പൊ അതൊരു കോമൺ നൗൺ ആണ്. കോമൺ നൗൺ മനസ്സിലായല്ലോ? മറക്കരുത്, എക്സാമ്പിളുകൾ കാണുമ്പോൾ ഓർത്തെടുക്കണം, ഇത് കോമൺ നൗൺ ആണെന്ന് മനസ്സിലാക്കണം. നേഷൻ, രാജ്യം. ഇന്ത്യ നമ്മുടെ മനസ്സിൽ വരും, നമുക്കറിയാവുന്ന അയൽ രാജ്യങ്ങൾ വരും, പല രാജ്യങ്ങളും വരത്തില്ലേ നേഷൻ എന്ന പട്ടികയിൽ? അവരെല്ലാം ഉൾപ്പെടുത്താലോ. അപ്പൊ നേഷൻ എന്താ? കോമൺ ആണ്. സോൾജിയർ, ഞാൻ മുമ്പേ പറഞ്ഞ സോൾജിയർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറെ സോൾജിയേഴ്സിനെ കൊണ്ടുവരും. നമ്മുടെ പരിചയത്തിലുള്ള, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള സോൾജിയേഴ്സ്, അവരെല്ലാം നമ്മൾ മനസ്സിൽ കൊണ്ടുവരും. അത് കോമൺ ആണ്. ഒരു സോൾജിയറിന്റെ മാത്രം പേര് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പ്രോപ്പർ നൗൺ ആവും. പക്ഷെ സോൾജിയർ എന്നുള്ളൊരു കൂട്ടത്തെയാണ് പറയുമ്പോൾ അത് കോമൺ ആണ്, പൊതുവായിട്ടുള്ളതാണ്. ഓക്കെ, അതാണ് ഈ കോമൺ നൗൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രഘു ഈസ് എ മാൻ. മാൻ, രഘു ഒരു പുരുഷനാണ് എന്ന് പറയുമ്പോൾ, ഈ പുരുഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പുരുഷനായിട്ടുള്ള ആരെയും നമുക്ക് പുരുഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ മാൻ എന്ന് പറയാം. സീത ഈസ് എ നൈസ് വുമൺ. വുമൺ കോമൺ അല്ലേ? വുമൺ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ വുമൺ എന്ന് വിളിക്കാം അല്ലെ? ഷീ ഈസ് എ ക്യൂട്ട് ചൈൽഡ്. ക്യൂട്ട് ആയിട്ടുള്ള ചൈൽഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുട്ടികളെ ഓർക്കും. കുട്ടിയായിട്ടുള്ള എല്ലാവരും നമുക്ക് ചൈൽഡ് എന്ന് വിളിക്കാം. അപ്പൊ ഈ നാമം എന്തുവാണ്? കോമൺ ആണ്, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ് അല്ലെ? കോമൺ ആണ്. മനസ്സിലായല്ലോ? കോമൺ നൗൺ എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവാനാണ് എക്സാമ്പിൾ കാണിക്കുന്നത്. പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഈ നൗൺ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കളക്റ്റീവ് നൗൺ ആണോ, അല്ലെങ്കിൽ കോമൺ നൗൺ ആണോ, പ്രോപ്പർ നൗൺ ആണോ, അതിനെ തെരഞ്ഞെടുത്ത് എഴുതുക എന്നായിരിക്കും ചോദിക്കുക. അപ്പൊ തെരഞ്ഞെടുത്ത് എഴുതാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി നോക്കിയേ, കളക്റ്റീവ് നൗൺ, an army of ants. നമ്മൾ കൂട്ടമായിട്ട് ഉറുമ്പിനെ കാണും. അതെന്തുവാണ്? ആർമി ഓഫ് ആൻസ് അല്ലെ? an army of ants. then a band of musicians. ആ കൂട്ടത്തെ, മ്യൂസീഷ്യൻസിന്റെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാൻഡ്. ഇതാണ് ഒരിക്കൽ ചോദിച്ചത് എക്സാമിന് കേട്ടോ, ബാൻഡ് ആണ് ചോദിച്ചത്. മ്യൂസീഷ്യൻസിന്റെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്നതാണ് ബാൻഡ്. ആൻഡ്സ്, ഉറുമ്പുകളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർമി. ഇനി കാറ്റിലിന്റെ ആ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്നതാണ് ഹേർഡ്. ഫ്ലവേഴ്സ്, ഒരു കൂട്ടം, ഒരു ബുക്കേ അല്ലെ, ബുക്കേ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. കീസ് ആണെങ്കിൽ ബഞ്ചസ് ആയിരിക്കും. ജഡ്ജസ് ആണെങ്കിൽ നമ്മൾ പാനൽ എന്നായിരിക്കും വിളിക്കുക. അതായത് അതിന്റെ ഒരു കൂട്ടം, താക്കോൽ കൂട്ടം നമ്മൾ പറയത്തില്ല, അത് മനസ്സിലോർത്താൽ മതിയേ.
എന്നാണോ താക്കോൽ കൂട്ടം എന്ന് പറഞ്ഞ ഒരു കൂട്ടമാണ് അല്ലെ ബഞ്ചസ് ഓഫ് എ ബഞ്ച് ഓഫ് കീസ് എന്ന് പറഞ്ഞാൽ താക്കോലിന്റെ ഒരു കൂട്ടം എന്നാണ് അർത്ഥം. A wealth of information. Informations എന്നല്ല, a wealth of information. കുറെ ഇൻഫർമേഷന്റെ ഒരു കൂട്ടം, അതിനെ നമ്മൾ വിളിക്കുന്നത് a wealth of information ആണ്. A pride of lions. ലയൺസ് കൂട്ടമായിട്ടാണ് ഇര തേടുന്നത്. അപ്പൊ അത് pride of lions, ആ കൂട്ടത്തെ, ലയൺസിന്റെ ആ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്നതാണ് a pride of lions. അപ്പൊ ഈ ബാൻഡ്, ആർമി, herd, bouquet, panel, wealth, pride, ഇതൊക്കെ എന്തുവാണ്? ഇതൊക്കെ എന്നതാ? കളക്റ്റീവ് നൗൺ ആണ്. ആർമി ഓഫ് ആൻസ് എന്ന് കാണുമ്പോൾ ആൻസിന്റെ കൂട്ടമാണെന്ന് മനസ്സിലാകും. അപ്പൊ ഒരു കൂട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കളക്റ്റീവ് നൗൺ എന്ന് വിളിക്കുന്നത്, ആ ഒരു കൂട്ടത്തെ. അപ്പൊ പരീക്ഷയ്ക്ക് എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ലയൺസിന്റെ ആ ഒരു കളക്റ്റീവ് നൗൺ റിലേറ്റഡ് ടു ഈ സെന്റൻസിലെ കളക്റ്റീവ് നൗണിനെ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ പ്രൈഡ് ഓഫ് ലയൺസ് എന്നാണെങ്കിൽ പ്രൈഡ് നമ്മൾ എഴുതുക ആൻസർ ആയിട്ട്, അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും ചോദിക്കുന്നത്. എന്നിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള കളക്റ്റീവ് നൗൺ എഴുതാനായിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പം എ ഡാഷ് ഓഫ് ലയൺസ്, എന്നിട്ട് ചോദ്യം എന്തായിരിക്കും? ചൂസ് ദ ഓർ റൈറ്റ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. അപ്പൊ നമ്മൾ എഴുതും എ പ്രൈഡ് ഓഫ് ലയൺസ്, തീർച്ചയായിട്ടും എഴുതും. അബ്സ്ട്രാക്ട് നൗൺ, നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾക്ക് ട്രൂത്ത്ഫുൾ, നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമുക്കുള്ള ക്വാളിറ്റീസ് അല്ലെ, ഓണസ്റ്റ് ആണോ, ഫെയ്ത്ത്ഫുൾ ആണോ, നമ്മുടെ ഗുഡ് വിൽ എങ്ങനെയാണ്, അപ്പൊ നമ്മൾ ഹോപ്പ്ഫുൾ ആണോ, അങ്ങനെ നമുക്കുള്ള ക്വാളിറ്റീസ്, നമുക്ക് ലവബിൾ ആണോ, പിന്നെ അറഗന്റ് ആണോ, അങ്ങനെയുള്ള ബാഡ് ക്വാളിറ്റീസും നല്ല ക്വാളിറ്റീസും എല്ലാം നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. ഉപയോഗിക്കേണ്ടതല്ല, അതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത് എന്നൊരു ചോദ്യം വന്നാൽ ഇതിനകത്തുനിന്ന് അബ്സ്ട്രാക്ട് നൗൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്നാ ചെയ്യും? ട്രൂത്ത് എന്ന് പറഞ്ഞ ഒരു ഗുണമാണ് അല്ലെ, അപ്പൊ അത് അബ്സ്ട്രാക്ട് നൗൺ ആണ് നമ്മൾ പറയും. അപ്പൊ നമ്മൾ എഴുതും അല്ലെ, he is kind hearted. അപ്പൊ കൈൻഡ് തന്നെ അവിടെ ഒരു അബ്സ്ട്രാക്ട് ആണ്, കൈൻഡ്. ഓക്കെ, പ്രോപ്പർ നൗൺ നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചിരിക്കുന്നത് തോമസ്, ടി ക്യാപിറ്റൽ ആണ്. ഇന്ത്യ, ഐ ക്യാപിറ്റൽ ആണ്. കേരള, കെ ക്യാപിറ്റൽ ആണ്. ഡി ഡൽഹി, എസ് ഷാഡോ. he has a dog named shadow, ഒരു പട്ടിയുടെ പേരാണ് ഷാഡോ. അതുപോലെ സാറ്റർഡേ, ഒരു ദിവസത്തിന്റെ പേരാണ് സാറ്റർഡേ. അപ്പൊ സാറ്റർഡേയുടെ എസ് ക്യാപിറ്റൽ ആണ്. അപ്പൊ ഈ സാറ്റർഡേക്ക് വേറൊരു പേരും ഇല്ലല്ലോ അല്ലെ, ഞായറാഴ്ച, ഞായർ, സൺഡേ അല്ലെ സാറ്റർഡേ എന്ന് വേറെ പേരുണ്ടോ? വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ആ ദിവസത്തിന് മാത്രമല്ലേ ആ പേരുള്ളൂ. എന്നാ വിചാരിക്കുക, തിങ്കളാഴ്ച ഒരു ദിവസം വിചാരിക്കുക, എന്നാ പിന്നെ ഇന്ന് എനിക്ക് തിങ്കൾ വിചാരിക്കുകയാണ്, ഇന്ന് എനിക്ക് ഞായർന്ന് പേരിട്ടാലോ എന്ന് വിചാരിക്കൂ? ഇല്ല, അത് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ ഈസി ആവും. കാരണം പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് മാത്രം പർട്ടിക്കുലർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് അല്ലെങ്കിൽ ഒരു ദിവസത്തിനൊക്കെ പർട്ടിക്കുലർ ആയിട്ട്, ഒരു തിങ്ങിനൊക്കെ പർട്ടിക്കുലർ ആയിട്ട് പ്രത്യേകമായിട്ട് അവർക്ക് മാത്രമുള്ള ഒരു പേരാണത്. കോൺക്രീറ്റ് നൗൺ, അതായത് നമുക്ക് തൊടാനും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, തൊട്ടു നോക്കാൻ പറ്റുന്ന, ഇവിടെ ഉണ്ട്. ഫിസിക്കലി എന്ന് പറഞ്ഞാൽ തൊട്ടു നോക്കാൻ പറ്റുന്ന ഈ പേന ഫിസിക്കലി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് തൊട്ടു നോക്കാം. ഒരു കപ്പ് കാപ്പി ഫിസിക്കലി ഇവിടെ ഉണ്ട്, എനിക്ക് തൊട്ടു നോക്കാം, രുചിച്ചു നോക്കാം, കുടിച്ചു നോക്കാം, മണത്ത് നോക്കാം, ഫിസിക്കലി ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഫിസിക്കലി ഉള്ള, നമുക്ക് തൊടാനും കാണാനും ഒക്കെ പറ്റുന്ന വാക്കുകളാണ് അല്ലെങ്കിൽ നൗണുകളാണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. അപ്പം ദ ബിൽഡിംഗ് ഇസ് എ ന്യൂ വൺ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അവിടെ നമുക്ക് തൊടാൻ പറ്റുന്നതാണ്. അപ്പൊ അതാണ് നമ്മുടെ കോൺക്രീറ്റ് നൗൺ. പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചാല് എഴുതിക്കോണം. ഐ ലൈക്ക് ടു ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാല് നമ്മള് ടീ ആണ് ഇവിടെ, ടീ ആണ് കേട്ടോ. ടീ നമുക്ക് രുചിക്കാനും തൊട്ടു നോക്കാനും ഒക്കെ പറ്റും, രുചിച്ചും തൊട്ടു നോക്കാനൊക്കെ പറ്റും. ഓക്കെ, കൗണ്ടബിൾ നൗൺസ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് എണ്ണി നോക്കാൻ പറ്റുന്നതൊക്കെ കൗണ്ടബിൾ നൗൺസ് ആണ്. അപ്പോൾ 3 apples are eaten by her. Find the 3 books of mine on the shelf. A new car is ready for you. It takes singular and plural forms. അതായത് കൗണ്ടബിൾ നൗൺസിന് സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോംസ് ഉണ്ട്. സിംഗുലർ ആയിട്ടും ഒറ്റയ്ക്കായിട്ടും രണ്ടായിട്ടും
വരുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ടും ഒന്നിൽ കൂടുതലായിട്ടും വരുന്ന ആളുകളാണ് കൗണ്ടബിൾ നൗൺസ്. കാരണം നമുക്ക് അവരെ എണ്ണി നോക്കാം. ഒരു പേന, രണ്ട് പേന. നമ്മള് ആപ്പിൾ കടയിൽ പോയി എണ്ണി നോക്കും, എത്ര ആപ്പിൾ അവിടെ കൊട്ടയ്ക്കകത്തിരിപ്പുണ്ടെന്ന്. 1 2 3 4 എത്ര നമുക്ക് പറ്റുന്ന അത്രയും നമുക്ക് എണ്ണി നോക്കാൻ പറ്റും. അപ്പം ഒന്നെന്ന് പറഞ്ഞാൽ എത്രയാണ്, അല്ലെങ്കിൽ ഒരു ആപ്പിൾ എന്ന് പറയാം അല്ലെ, സിംഗുലർ ആണ്. എന്നാ പറയട്ടെ 5 ആപ്പിൾ, കുറെ ആപ്പിൾ എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് എന്നാ പറയാം, അത് പ്ലൂറൽ ആണ്. അപ്പൊ സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും കൗണ്ടബിൾ നൗൺസ് വരും, നമുക്ക് എണ്ണി നോക്കാനായിട്ട് പറ്റും. അൺകൗണ്ടബിൾ നൗൺസ് നമുക്ക് എണ്ണി നോക്കാൻ പറ്റത്തില്ല. ഷുഗർ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ പഞ്ചാരയിൽ എത്ര, നമ്മുടെ കാപ്പിയിൽ എത്ര എമൗണ്ട് പഞ്ചസാര ഇട്ടു, ഒരു സ്പൂൺ എന്നൊക്കെ നമുക്ക് പറയാം, അത് വേറെ. പക്ഷെ ഇന്നലെ പറഞ്ഞല്ലോ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം, പക്ഷെ ഡിറ്റർമിനൻസ് വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. പക്ഷെ നമുക്ക് എണ്ണി നോക്കത്തില്ല, 1 തരി 2 തരി 3 തരി നമുക്ക് എണ്ണി നോക്കാനായിട്ട് പറ്റത്തില്ല. സാൻഡ് അതുപോലെ, നമ്മൾ കടൽ തീരത്ത് പോയിരിക്കുകയാണ്, അപ്പൊ നമ്മള് കടൽ തീരത്തെ മണൽ എണ്ണി നോക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിഡ്ഢികളാണെന്ന് പറയും, എണ്ണാൻ പറ്റത്തില്ല. അതുപോലെ ഇവിടെ എയർ ഉണ്ട്, ഇനി നല്ല മണം വരുന്നുണ്ട്, ഈ എയർ എന്താണെന്ന് എണ്ണി നോക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എയറിനെ നമുക്ക് എണ്ണാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് നൗണിനെ എങ്ങനെയൊക്കെ നമുക്ക് നൗണ് സൃഷ്ടിക്കാൻ പറ്റും, നൗണിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എഴുതിയെടുക്കാൻ പറ്റും. മൂവ് എന്ന വാക്കിൽ നിന്ന് ഒരു മെന്റ് ചേർത്ത് കഴിഞ്ഞാൽ മൂവ്മെന്റ് എന്ന് പറയും. കാരണം സഫിക്സ് ചേർക്കുകയും പ്രിഫിക്സ് ഒക്കെ ചേർത്ത് നമുക്ക് നൗണുകളെ ഉണ്ടാക്കാം. ആദ്യമാണ് നമ്മളൊരു വാക്കിന്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അത് വിട്ടേരാം, മൂവ് എന്നുള്ളതിന് മെന്റ് എന്ന് നമ്മൾ മൂവിന്റെ അവസാനമല്ലേ ചേർത്തത്, മൂവ് കഴിഞ്ഞിട്ടാണ് മെന്റ് നമ്മൾ ചേർത്തത്. അപ്പൊ ഇതൊരു സഫിക്സ് ആണ്. സഫിക്സ് ചേർത്തുകൊണ്ട് നമുക്ക് ഒരു വാക്കിനെ ഉണ്ടാക്കിയെടുക്കാം, ഒരു നൗണിനെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, സഫിക്സും പ്രിഫിക്സും ഒക്കെ ചേർത്ത് നമുക്ക് നൗണുകളെ ഉണ്ടാക്കിയെടുക്കാം. ഡെവലപ്മെന്റ്, അഡ്വർടൈസ്മെന്റ്, പണിഷ്മെന്റ്, ജഡ്ജ്മെന്റ്. അപ്പൊ കണ്ടോ, ആ മെന്റ് ചേർത്ത് നമ്മൾ പുതിയ വാക്കിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്, പുതിയ നൗണിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഓർക്കുക, നൗൺ എങ്ങനെ വെർബിൽ നിന്നും ഉണ്ടായി എന്നാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. നൗണിനെ നമുക്ക് അങ്ങനെയും എടുക്കാം. ഓക്കെ, ഇനി നോക്കിയേ, ഫെമിനൈൻ ഫോം ഓഫ് സം നൗൺസ്. ചില നൗണുകളുടെ ഫെമിനൈൻ ഫോം, സ്ത്രീ ശബ്ദം, സ്ത്രീലിംഗം അല്ലെ, സ്ത്രീലിംഗം. ഡ്രേക്ക് ഡക്കാണ്, ഗാൻഡർ ഗൂസ് ആണ്, ഹോഴ്സ് മെയർ ലോർഡ് ലേഡി, വിസാർഡ് വിച്ച്, ഓതർ ഓതറസ്. അപ്പൊ ഡ്രേക്ക് എന്നുള്ള നൗണിന്റെ ഫെമിനൈൻ നൗൺ ആണ് ഡക്ക്. അതുപോലെയാണ് ആ താഴെ കാണുന്ന എല്ലാത്തിന്റെയും. ഓർക്കാം. അപ്പൊ ഇന്നത്തെ ഇഡിയംസ് ഓഫ് ദ ഡേയിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തേതാണ് സ്നേൽസ് പേസ് എന്ന് പറഞ്ഞാൽ വെരി സ്ലോലി. He drives the car at a snail's pace എന്ന് പറഞ്ഞാൽ അവൻ വളരെ പതുക്കെ വാഹനം ഓടിക്കുന്നു എന്നാണ് അർത്ഥം. To lead a dog's life, that man leads a dog's life എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടിലാണെന്നാണ് അർത്ഥം. ഇനി നോക്കുക, കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, വേർഡ്സ് ഓഫ് ദി ഡേ. നോക്കുക, nimble എന്ന് പറഞ്ഞാൽ ക്വിക്ക്, ചുറുചുറുക്കോടെയുള്ള ആക്ഷൻസ്. വോപ്പ്, എക്സ്പ്രസ് സഡൻ എക്സൈറ്റ്മെന്റ്, ഭയങ്കര എക്സൈറ്റ്മെന്റ് കാണിക്കുക. റീക്ക്, an unpleasant strong smell, എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മണം വരുമ്പോൾ. swoosh, the sound of a sudden rush of air or liquid. നമ്മള് പ്രളയത്തിന്റെ സമയത്ത് വെള്ളം ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നതിന്റെ ശബ്ദം നമ്മൾ കേട്ടായിരുന്നു അല്ലെ. അതുപോലെ ഈ എയർ കട്ടിയായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ എയർ വരുന്നൊരു ശബ്ദം, ആ ശബ്ദമാണ് swoosh എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഒന്നുകൂടി പോയിട്ട് തിരിച്ചു വരാനുള്ള സമയമില്ല. വീഡിയോ ഒന്നുകൂടി കാണുക, കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുക. ഇംഗ്ലീഷ് ഗ്രാമറിന് നല്ലൊരു അടിത്തറയിട്ട് വിജയത്തിലേക്ക് നടന്നു പോവുക. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങളെ മെമ്മറൈസ് ചെയ്യിക്കും. നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ലെറ്റ്സ് ട്രാക്ക് ഇറ്റ് ടുഗദർ. താങ്ക് യു. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഒപ്പം stay tuned to Let's Track Kerala Exams. Thank you.